യെസ്, ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ലഹരിക്കെതിരെയുള്ള നമ്മുടെ ഒരു ക്യാമ്പയിൻ ഇന്നലെ ഞങ്ങൾ വയനാട് ജില്ലാ പോലീസിന്റെ കൂട്ടയോട്ടം ഉണ്ടായിരുന്നു. നമുക്കൊരു കൂട്ടയോട്ടം വേണ്ടേ? അപ്പോൾ എങ്ങനെയുണ്ട് മൊത്തത്തിൽ കോഴിക്കോട്ടെ ഒരു അവസ്ഥ? കോഴിക്കോട് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കമ്മീഷണറായാലും മേലുദ്യോഗസ്ഥരുടെ എല്ലാവരും ഒത്തൊരുമിച്ചുള്ളൊരു പ്രവൃത്തി, അതുകൊണ്ട് കുറേ കേസുകൾ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോഴിക്കോട് കാര്യങ്ങൾ ഉഷാറാണ്. ഓക്കെ, അപ്പം മാത്രമല്ല ലഹരി ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്നതാണ്. ആണ് ഈ കുട്ടികളുടെ ഇടയിൽ ഇതിങ്ങനെ കൂടിക്കൂടി വരും. നമ്മൾ പിടിക്കുന്നവരും കൂടി വരിക. നമ്മൾ അക്ഷയപാത്രം എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ മാസമാണ് ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ പോലീസ് ആണെങ്കിലും എക്സൈസ് ആണെങ്കിലും ലഹരി പിടികൂടിയത്. പക്ഷേ കേസുകൾ പിടിക്കുന്നവരും അത്രയും സാധനം വന്നുകൊണ്ടിരിക്കുക. അതും ഒന്നും രണ്ടുമല്ല, 50 ഗ്രാം വരുന്നു, 100 ഗ്രാം വരുന്നു, MDMA, കിലോ കണക്കിന്, ചാക്ക് കണക്കിന് കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവുകളും വരുന്നു. ഇതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും അബ്ദുള്ള? അതിൽ ഉറവിടത്തിൽ നിന്ന് നീക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിനുള്ളിലുള്ള ശക്തികളെ നമുക്ക് എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചിട്ട് നേരിടാൻ തന്നെ വേണം. വീട്ടിൽ നിന്ന് തുടങ്ങണം. അതെ, നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ചെറിയ LP കുട്ടികൾക്ക് തന്നെ ക്ലാസ് എടുത്തു കൊടുക്കണം, ബോധവൽക്കരണം നടത്തണം. അല്ലാതെ ഇതിൻ്റെ സോഴ്സ് നമുക്ക് ചിലപ്പോൾ നിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഉപഭോക്താക്കളെ നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ രക്ഷപ്പെടാൻ കഴിയുന്നതാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓപ്പറേഷൻ ഡി ഹണ്ട് ഊർജ്ജമായി മുന്നോട്ട് പോട്ടെ. ഇപ്പോൾ ഈ പുള്ളാവൂർ എന്ന സ്ഥലത്തുള്ള കുട്ടികളുടെ ഒരു ക്യാമ്പ് ഉദ്ഘാടനത്തിനാണ് എന്നെ നമ്മളുടെ സാന്നിധ്യത്തിൽ നടത്തും അല്ലേ? പുള്ളാവൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുട്ബോളിന്റെ ലഹരി വ്യത്യസ്തമായ പല പരിപാടികളും ചെയ്യുന്ന ഒരു നാട്ടുകാരാണ്. അവർക്ക് ക്യാമ്പിലേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ ആദ്യം ആ പരിപാടിയാണോ? നമുക്ക് ആ വാക്കത്തോൺ ഇനാഗുറേറ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് തിരിച്ചു വരാം. ഒരു നിമിഷം ഞാൻ വേണമെന്നില്ല. അങ്ങ് വേണം അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കും നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ വാക്കത്തോണിലേക്ക് എത്തുന്നതിനോടൊപ്പം നമുക്ക് മധുരയിൽ നിന്ന് പിയാസ് സുനിലും റഹീസ് സുഷീദും ഒക്കെ ചേരുന്നുണ്ട്. വാക്കത്തോൺ റെഡിയായോ? സമയമായോ? വാക്കത്തോണിന്റെ സമയമായോ? അപ്പോൾ നമുക്ക് വാക്കത്തോൺ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം പിയാസ് വരാം. ഒരുപാട് കുട്ടികളുണ്ട്. ഇത് ഫുട്ബോൾ ക്യാമ്പാണ് അല്ലേ? ഇത് ഫുട്ബോൾ ക്യാമ്പ് PTM ഹയർ സെക്കൻഡറി സ്കൂള്, അതേപോലെ ക്ലബ്ബ് 365 മിനി വാക്കത്തോൺ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ദാ നോക്കൂ, ഡോണ്ട് വിഷ് ഫോർ എ ഗുഡ് ബോഡി, വർക്ക് ഫോർ ഇറ്റ്. ഇന്ന് ലോക ആരോഗ്യ ദിനം കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കും. നാളെയാണ് ലോക ആരോഗ്യ ദിനം അല്ലേ? ക്ലബ് 365 വേൾഡ് ഹെൽത്ത് ഡേ മെസ്സേജ് നാളെ. ഡോണ്ട് വിഷ് ഫോർ എ ഗുഡ് ബോഡി ബട്ട് വർക്ക് ഫോർ ഇറ്റ് എന്നുള്ളതാണ്. എക്സ്ക്യൂസസ് ഡോണ്ട് ബേൺ കാലറീസ്. നിങ്ങളുടെ കാലറി, നിങ്ങളുടെ കൊടവേറ്, അത് എക്സ്ക്യൂസസ്, കൊടവേർ അടക്കമുള്ളവ നിങ്ങളുടെ എക്സ്ക്യൂസസ് കൊണ്ട് മാറൂല, പകരം അത് ബേൺ ചെയ്യണമെന്നാണ് അല്ലേ? നാളെയാണ് ലോക ആരോഗ്യ ദിനം. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മെസ്സേജാണ് ക്ലബ് 365 നൽകുന്നത്. ഈ 365 എന്താ പേരിന്റെ അർത്ഥം? 365 ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 365 ദിവസവും ഒരു വർഷത്തിൽ കളിക്കണം, നമ്മൾ എക്സർസൈസ് ചെയ്യണം. ഞങ്ങൾ ബാഡ്മിന്റൺ കളിക്കുന്ന ക്ലബ്ബ്, ദിവസം പോലും ലീവില്ല. ഞങ്ങളുടെ അൻവർ ഭായി ഞങ്ങളുടെ ക്ലബിന്റെ പഴയ പ്രസിഡന്റ് ആണ് ഈ നാമം നിർദ്ദേശിച്ചത്. അത് കൂടാതെ ഞങ്ങളുടെ ബാബുവേട്ടനാണ് 2000 ഞങ്ങളുടെ സിവിൽ സ്റ്റേഷനിൽ അപ്പോൾ ഒരു കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലായി, വ്യായാമത്തിന് അവധി കൊടുക്കാത്ത മനുഷ്യരുടെ കൂട്ടായ്മയാണ് 365 എന്നുള്ളത്. ക്ലബ് 365 വേൾഡ് ഹെൽത്ത് ഡേ മെസ്സേജ് നോക്കൂ. ടുഡേസ് പെയിൻ ഈസ് ടുമോറോസ് ഗെയിൻ. ഡു എക്സസൈസ്. ഇന്ന് കുറച്ച് വേദനയൊക്കെ അനുഭവിക്കണം, എങ്കിൽ മാത്രമാണ് നാളെ നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടാകുക. വലിയ ഉമ്പയൊക്കെ ആയിട്ട് ഇരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അപ്പോൾ ഇന്ന് കുറച്ച് വേദന അനുഭവിച്ചാൽ നാളെകളിൽ നിങ്ങൾക്ക് കുംഭ മാത്രമല്ല കേട്ടോ പ്രശ്നം. ഇത് അനാവശ്യമായിട്ടുള്ള ഒബീസിറ്റി ശരീരത്തിന് ഉണ്ടാകുന്നത് അപകടമാണ് എന്ന് പ്രേക്ഷകർക്കല്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കുക, ലഹരിയോട് നോ പറയുക, പകരം നിങ്ങൾ വ്യായാമത്തിലേക്കും ജീവിതത്തെയും സ്നേഹിക്കാൻ തുടങ്ങുക. ഓക്കെ അല്ലേ? റെഡി അല്ലേ? എത്ര ദൂരം നടക്കും? കുറച്ച് നടക്കുമ്പോൾ ക്ഷീണിക്കുമോ? നോ. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് മോൾ പഠിക്കുന്നത്? മോളോ? സെക്കൻഡ്, 6th. അപ്പോൾ നോക്കൂ, വിവിധ പ്രായത്തിലുള്ള കുട്ടികളുണ്ട്, പ്രായമേറിയ മനുഷ്യരുണ്ട്. നമ്മുടെ ക്ലബ് 365 സ്ത്രീകളുണ്ട് എന്നുള്ളതാണ്. ഹലോ, ഒരു കുഞ്ഞാവയുണ്ടല്ലോ. കുഞ്ഞാവയെ നടക്കാൻ വന്നതാണോ? മൊബൈൽ ഫോണിലാണല്ലോ നോട്ടം. ആ കടൽ നോക്കിയാട്ടെ, കുറച്ചുകൂടെ കാണാം സുന്ദരമായിട്ട്. നമസ്കാരം. എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ടോ രാവിലെ? ചെറുതായിട്ടൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? ഈ ലഹരിയൊക്കെ ഇങ്ങനെ കൂടുന്നു, എന്താ അഭിപ്രായം? നമുക്ക് പിടിക്കണ്ടേ? ചെറുപ്പക്കാര് കൈവിട്ടു പോകുന്നൊരു കാലമാണ് അല്ലേ? ചെറിയ ടെൻഷൻ ഉണ്ടോ? നമുക്ക് ടെൻഷൻ ഇല്ല അല്ലേ? രാവിലെയൊക്കെ നടക്കാറുണ്ടോ പൊതുവെ? അപ്പൊ അതുകൊണ്ട് രാവിലെ അവരെ വിടാനുള്ള പണിയിലായിരിക്കും. അത് കഴിഞ്ഞ കുറച്ച് സമയം കിട്ടും. ഓക്കെ, നമസ്കാരം. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? ഉഷാറായി പോകുന്നു. രാവിലെ നടത്തവും എക്സസൈസും ഒക്കെ ഉണ്ടോ എല്ലാ ദിവസവും? ഇല്ല.
കുട്ടികളെയൊക്കെ വിട്ടിട്ട് ഈ പാട് കഴിഞ്ഞിട്ട് വരണം അതെ അതെ അല്ലേ? തീർച്ചയായിട്ടും, അതെ അതെ. ഓക്കെ, അപ്പോൾ നോക്കൂ, അപ്പോൾ നമുക്ക് ഇനാഗുറേഷനിലേക്ക് പോയാലോ? ഈ അൻവർ സാഹിബ് ആണെങ്കിൽ അൻവർ സാഹിബ് എവിടെ? അൻവർ സാഹിബ് എവിടെ? ഇതാണ് അൻവർ സാഹിബ്. നമസ്കാരം. ഈ ക്ലബ് 365ന്റെ ഐഡിയ നിങ്ങളുടേതാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഐഡിയ നേരത്തെ ഉണ്ട്, ക്ലബ്ബ് നേരത്തെ ഉണ്ട്. അപ്പോൾ അതിന് വേറെ പേരായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് നമ്മൾ എല്ലാ ദിവസവും കളിക്കുന്ന ഒരു ക്ലബ്ബ് ഇവിടെ കാലിക്കറ്റ് വേറെ ഇല്ല. പലരും ഞായറാഴ്ച അവധികൾ എടുക്കുന്നതാണ്, പല ദിവസവും അവധി എടുക്കും. അപ്പോൾ നമ്മൾ അവധി ഇല്ലാണ്ട് എല്ലാ ദിവസവും രാവിലെ കളിക്കുന്നതാണ്. അപ്പോൾ അവധിയില്ലാതെ നിങ്ങൾ വ്യായാമം ചെയ്യുക എന്നതാണ് ക്ലബ് 365ന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. എത്ര ദൂരം നിങ്ങൾ നടക്കും ഇത്? എത്ര ദൂരം നടക്കും? ഞങ്ങൾ ഇവിടുന്ന് ഒരു കിലോമീറ്റർ 1 കിലോമീറ്റർ കുട്ടികളൊക്കെ ആയിട്ട് രാവിലെ നടക്കും ഈ ആരോഗ്യ സന്ദേശവുമായിട്ട്. അപ്പോൾ റിപ്പോർട്ടറും ക്ലബ് 365ഉം ചേർന്ന് നടത്തുന്ന ഒരു വാക്കത്തോടാണ് നടക്കാൻ പോകുന്നത്.